ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 11ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എ സൈക്ലിക് ക്വാഡ്രിലാറ്റർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ഉള്ള ക്വാഡ്രിലാറ്റർ ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ. അപ്പോൾ സർക്കിളിലാവുമ്പോൾ, അതായത് 4 വെർട്ടെക്സ് സർക്കിളിൽ വരുന്ന ക്വാഡ്രിലാറ്ററാണ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയി കഴിഞ്ഞാൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഏതൊക്കെ ക്വാഡ്രിലാറ്റർ ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ? റെക്ടാംഗിൾ എടുത്തു കഴിഞ്ഞാൽ റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 90 പ്ലസ് 90 180 ആണ്. സ്ക്വയർ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 വരുന്ന ക്വാഡ്രിലാറ്റർ ഒക്കെ നമുക്ക് സൈക്ലിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓൾ റെക്ടാംഗിൾസ് ആർ സൈക്ലിക്. ഒരു ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എനി ഐസോസെലസ് ട്രപ്പീസിയം ഈസ് സൈക്ലിക്. ഒരു ഐസോസെലസ് ട്രപ്പീസിയം സൈക്ലിക് ആണ്. എന്താ ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ? ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താ? ട്രപ്പീസിയം മീൻസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായ ക്വാഡ്രിലാറ്ററലാണ് എന്താ? ട്രപ്പീസിയം. അതിന്റെ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഐസോസെലസ് ട്രപ്പീസിയം. 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോ നോക്കാം, ഒരു ട്രപ്പീസിയം വരച്ചിട്ടുണ്ട്. ABCD is an isosceles trapezium with AB parallel to ADC. ഇത് രണ്ടും പാരലൽ ആണ് എന്നാണ് നമുക്ക് എടുക്കാം. കാരണം ട്രപ്പീസിയം ആണ്, 2 സൈഡ് പാരലൽ ആണ്. അപ്പൊ ഇത് രണ്ടും പാരലൽ ആണ്. കൂടാതെ ഐസോസെലസ് ആണ്. അപ്പൊ നോൺ പാരലൽ സൈഡ്സ് ആയ BCയും ADയും ഈക്വൽ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഐസോസെലസ് ട്രപ്പീസിയം ആവുമ്പോൾ 2 സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ 2 ആംഗിൾ ഈക്വൽ. ആംഗിൾ എയും ആംഗിൾ ബി ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്. അപ്പൊ ഈ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോ സിൻസ് ABCD is an isosceles trapezium, angle A equal to angle B. That is we know. ഈ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് അറിയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞത് പ്രൂവ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ് പ്രൂവ് ചെയ്യുക. ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ 180, അല്ലെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ രണ്ടും ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത് സംഭവിക്കും. കാരണം എന്താ? 4 ആംഗിളും കൂടി കൂട്ടിയാൽ 360. അപ്പൊ 2 എണ്ണത്തിന്റെ സം 180 ആണ്, ബാക്കി 2 എണ്ണത്തിന്റെ സം 180 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സൈക്ലിക് എന്ന് പറയാൻ ഒരു ജോഡി എതിർകോണുകൾ സൈക്ലിക് സം 180 എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ എ എന്നറിയാം. നൗ സിൻസ് AB പാരലൽ ടു CD, ഇത് രണ്ടും പാരലൽ ആണല്ലോ. അപ്പൊ ഉടനെ ഇത് രണ്ടും കോഇന്റീരിയർ ആംഗിൾസ് ആണ്. ഒരു രണ്ട് പാരലൽ ലൈൻസിന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ലൈൻ. അപ്പോ ഇത് രണ്ടിന്റെ സം എപ്പോഴും 180 ആയിരിക്കും. അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി 180 ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രപ്പീസിയം വിത്ത് AB പാരലൽ ടു CD. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. എയും ബി ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ബിക്ക് പകരം എ എഴുതാലോ. അപ്പൊ A പ്ലസ് സി 180 എന്നായി. അപ്പോ ആംഗിൾ A പ്ലസ് സി ഈക്വൽ ടു 180 ഡിഗ്രി. എയും സിയും കൂട്ടി 180 ആയി. അപ്പൊ ABCD എന്തായി? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയതുകൊണ്ട് ABCD is a cyclic quadrilateral. So an isosceles trapezium is a cyclic quadrilateral. Trapezium cyclic അല്ല, പക്ഷേ isosceles trapezium cyclic ആണ്. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. വേറൊരു ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് a cyclic quadrilateral in a cyclic quadrilateral the outer angle at any vertex is equal to the inner angle at the opposite vertex. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിളിന്റെ അളവ് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളിന് ഈക്വൽ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ വരച്ചിട്ടുണ്ട്. ABCD എന്ന് പറയുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ്. അതിന് ഏതെങ്കിലും ഒരു വെർട്ടെക്സിന് ഔട്ടർ ആംഗിൾ വരയ്ക്കാം. നമുക്കിപ്പോ ഡിയിൽ വരയ്ക്കാം. AD എന്ന സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഉണ്ടായ ഔട്ടർ ആംഗിൾ ആണ് CDE. അപ്പൊ AD എന്ന സൈഡ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഔട്ടർ ആംഗിൾ ആണ് CDE. ഈ CDE ഏതിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം? ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം.
അപ്പോൾ ഔട്ടർ ആംഗിൾ അറ്റ് വൺ വെർട്ടെക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഡി ഇ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആംഗിൾ എ ഡി സിയുടെ മെഷർ എക്സ് ഡിഗ്രി, എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ആകാം. ലെറ്റ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് 180 കുറച്ചാൽ കിട്ടുന്ന ഈ ആംഗിൾ അല്ലേ, ശരിയല്ലേ? കാരണം ഇതൊരു സ്ട്രെയിറ്റ് ആംഗിൾ ആണ്, ലീനിയർ പെയർ ആണ്. ഇപ്പോൾ 180 എക്സ് കുറച്ചാൽ കിട്ടുന്നതാണ് ഈ ആംഗിൾ. കൂടാതെ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. അപ്പോൾ 180 എക്സ് കുറച്ചാൽ ഇതും കിട്ടും. അപ്പോൾ ഇതും 180 മൈനസ് എക്സ് ആണ് അല്ലേ. ആംഗിൾ സി ഡി ഇ എന്ന് പറയുന്നത് 180 മൈനസ് എക്സ്, കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180. ആംഗിൾ ബിയും 180 മൈനസ് എക്സ്, കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും സം 180. അപ്പോൾ ഇത് 180 എന്ന് കുറച്ച് ചെയ്ത് കിട്ടും. ലീനിയർ പെയർ ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും സം 180, അതുകൊണ്ട് 180 ഇത് കുറച്ച് ചെയ്ത് കിട്ടും. അപ്പൊ ഇത് രണ്ടും, ഇതും 180 മൈനസ് എക്സ് ആണ്, ഇതും 180 മൈനസ് എക്സ് ആണ്. സോ ആംഗിൾ സി ഡി സെയിം ആസ് ആംഗിൾ ബി. സോ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഡി. അപ്പോൾ ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ അതിന്റെ ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിപ്പോൾ ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പ്രോബ്ലം ആണ് കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ്. അപ്പോൾ ചിത്രത്തില് ഒരു ക്വാഡ്രിലാറ്ററലും അതുപോലെ തന്നെ ഇതിന്റെ ഡയഗണലും വരച്ചിട്ടുണ്ട്. അതിൽ 3 ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ആ ക്വാഡ്രിലാറ്ററലിന് നമുക്കൊരു പേര് കൊടുക്കാം, എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. ഇന്റർസെക്ട് ചെയ്ത ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് പി എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ക്വാഡ്രിലാറ്ററിന്റെ ആംഗിൾസ്, ക്വാഡ്രിലാറ്ററിന്റെ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ബി എസ് ഡി എന്ന് പറഞ്ഞ ആംഗിള്, എ ബി സി എന്ന് പറഞ്ഞ ആംഗിള്, ബി സി ഡി എന്ന് പറഞ്ഞ ആംഗിള്, എ ഡി സി എന്ന് പറഞ്ഞ ആംഗിള്. കൂടാതെ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ ബി പി എ, അതുപോലെ എ പി ഡി. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പം വഴി എന്താ വെച്ചാൽ ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ സെഗ്മെന്റിലെ ആംഗിൾസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 30 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണെന്ന് നോക്കാം. കണ്ടോ, ബി എ സി എന്ന് പറഞ്ഞാൽ ഈ ബി സി എന്ന് പറയുന്ന കോഡ് വരച്ചപ്പോൾ ഉള്ള ഒരു സെഗ്മെന്റ് ആണിത്. ആ സെഗ്മെന്റിലെ ആംഗിൾ ആണ് കേട്ടോ. ഈ ബിയിൽ തുടങ്ങിയിട്ട് സിയിൽ വരുന്നു, ബിയിൽ തുടങ്ങിയിട്ട് സിയിൽ വരുന്നു. അതായത് ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന 2 ആംഗിളും ഈക്വൽ ആണ്. അതായത് വെർട്ടെക്സ് ഈ ആർക്കിൽ എവിടെ വേണമെങ്കിലും വരാം. എൻഡ്, അതായത് ഈ എൻഡ് പോയിന്റ് മാറരുത്. ഈ കോഡിന്റെ എൻഡ് പോയിന്റ് തുടങ്ങി അടുത്ത എൻഡ് പോയിന്റിൽ അവസാനിക്കുക. ബി എ സി, ബി ഡി സി നടുക്കുള്ള അക്ഷരമാണ് മാറിയിരിക്കുന്നത്. ഇപ്പൊ ബി എ സിയും ബി ഡി സിയും ഒരേ ആംഗിളാണ്, ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്. അപ്പോൾ ഇത് 30 ആയതുകൊണ്ട് 30. ഓക്കെ, ഇനി അതുപോലെ അടുത്തത് ഈ ആംഗിൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി ആണ്. അപ്പോൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ ഏത് ആർക്കിലാന്ന് നോക്കിയാൽ മതി, ഏതാ സെഗ്മെന്റിലാണ്. ഈ എ ബി ഡി എന്ന കോഡിന്റെ ഈ സൈഡിൽ കിടക്കുന്ന സെഗ്മെന്റ് കണ്ടോ, എ ബി ഡി. അപ്പോൾ അതിന് ഈക്വൽ ആണ് എ സി ഡി. അപ്പോൾ ഇത് 2 ഈക്വൽ ആണ്. അപ്പോൾ ഇത് 50 ആയതുകൊണ്ട് ഇത് 50. ക്ലിയർ ആയി പറഞ്ഞത്. അതായത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു സെഗ്മെന്റ് ആണ്, ആ സെഗ്മെന്റിന്റെ ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഇത് 50 ആയതുകൊണ്ട് ഇത് 50. ഓക്കെ, ഇനി അതുപോലെ 45 ഡിഗ്രി ആംഗിൾ ഏതാ, ഈ എ ബി എന്ന കോഡിന്റെ ഇപ്പറേറ്റുള്ള സെഗ്മെന്റ് കണ്ടോ. എ ബി എന്ന കോഡിന്റെ ഒരു വശത്ത് കിടക്കുന്ന സെഗ്മെന്റ് ആണിത്. അപ്പൊ എ ഡി ബിയും എ സി ബിയും ഈക്വൽ ആണ്. അതായത് എയിൽ തുടങ്ങി ബിയിൽ വരുന്നു, എയിൽ തുടങ്ങി ബിയിൽ വരുന്നു. അതായത് വെർട്ടെക്സ് ഡിയിൽ നിന്ന് മാറി സിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ 2 ആംഗിളും സെയിം ആണ്. അപ്പോൾ ഇത് 45, ഇത് 45, ഇത് 50, ഇത് 50. അപ്പോൾ നീ നോക്കിയാൽ നമുക്ക് ആംഗിൾസ് എഴുതാൻ പറ്റും. ആംഗിൾ എ ഡി സി എന്ന് പറഞ്ഞാൽ ഈ 2 ആംഗിളും കൂടി കൂട്ടിയാൽ മതി അല്ലേ, 45 + 30. അതുപോലെ ആംഗിൾ ബി സി ഡി എന്ന് പറഞ്ഞാൽ 50 + 45. അപ്പൊ എന്തോന്ന് നോക്കിയേ, എ ബി സി ഡി എന്ന് പറയുന്നത്, ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിന്റെ ആംഗിൾ 50 45 കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് 95 ആണ്. അതുപോലെ എ ഡി സി, അതുപോലൊപ്പം തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണിത്. അതായത് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ 180 ഈ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ ആംഗിൾ ബി എ ഡി കിട്ടും. അപ്പോൾ ആംഗിൾ ബി എ ഡി 180 - 95 85. അപ്പോൾ ഇത് 95, ഈ ആംഗിൾ 85. അതുപോലെ എ ഡി സി 40 35 കൂടി ആഡ് ചെയ്താൽ മതി കേട്ടോ. ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എ ഡി സി. അതായത്
75. അപ്പോൾ ഇത് 75 ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണിത്. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞാൽ 180 മൈനസ് 75 ദാറ്റ് ഈസ് 105. അപ്പോൾ ഇത് 105 എന്ന് കിട്ടി. അപ്പോൾ ക്വാഡ്രിലാറ്ററിന്റെ 4 ആംഗിൾസും കിട്ടി. ഇനി ഡയഗണൽസിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ, അതായത് ഈ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്തപ്പോൾ പോയിന്റിലുണ്ടായ ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ കണ്ട് എന്ത് ചെയ്യണം, ഈ ട്രയാംഗിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇത് 30 ആണ്, ഇത് 50 ആണ്. അപ്പോൾ ഈ ആംഗിൾ ബി പി എ എന്ന് പറഞ്ഞാൽ ഈ എ പി ബി എന്ന് പറയുന്നത് 180 മൈനസ് 50 പ്ലസ് 30, അതായത് 100. ഈ ആംഗിൾ 100 എന്ന് കിട്ടി. അതുപോലെ അടുത്തത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180. അപ്പോൾ 180 100 കുറച്ചായത് കിട്ടും. അപ്പോൾ ഈ 2 ആംഗിളും കിട്ടി. അപ്പോൾ എന്തായി, ആ ഡയഗണൽസിന് ഇടയ്ക്കുള്ള ആംഗിൾ, ഇത് 80 ആകുമ്പോൾ ഇപ്പറേ 80 ആണ്, ഇത് 100 ആകുമ്പോൾ ഇപ്പറേ 100 ആണ്. അപ്പോൾ ഈ 2 ആംഗിൾ കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററിന്റെ 4 ആംഗിളും ഡയഗണൽസിന്റെ ഇടയ്ക്കുള്ള 2 ആംഗിളും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രൂവ് ദാറ്റ് എ പാരലലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. ഒരു റെക്ടാംഗിൾ അല്ലാത്ത പാരലലോഗ്രാം ഒന്നും സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. എ പാരലലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. അതായത് റെക്ടാംഗിൾ അല്ലാത്ത പാരലോഗ്രാംസ് ഒന്നും സൈക്ലിക് അല്ല. അപ്പൊ നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. പാരലോഗ്രാം സൈക്ലിക് ആകണമെങ്കിൽ അതെന്തായിരിക്കണം, റെക്ടാംഗിൾ ആയിരിക്കണം. അതായത് അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഈ പാരലോഗ്രാം സൈക്ലിക് ദെൻ ഇറ്റ് ഈസ് എ റെക്ടാംഗിൾ. അപ്പൊ പാരലോഗ്രാം ആണ്, സൈക്ലിക് ആണ് എങ്കിൽ അത് റെക്ടാംഗിൾ ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു പ്രൂവ്. അപ്പോൾ വി നീഡ് ടു പ്രൂവ് ദാറ്റ് എ പാരലോഗ്രാം ഈസ് സൈക്ലിക് ഓൺലി വെൻ ഇറ്റ് ഈസ് എ റെക്ടാംഗിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി സി ഡി പാരലോഗ്രാം ആണ്, അതോടൊപ്പം എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ എ ബി സി ഡി പാരലലോഗ്രാം ആണെങ്കിൽ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. എ ബി സി ഡി സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180. അപ്പൊ എ ബി സി ഡി സൈക്ലിക് ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എ എന്ന ആംഗിളും സി എന്ന ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആയിരിക്കും. സിൻസ് എ ബി സി ഡി ഇസ് എ പാരലലോഗ്രാം, ഇത് പാരലലോഗ്രാം ആയതുകൊണ്ട് എയും സിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എയുടെ കൂടെ സി ആഡ് ചെയ്ത 180, എയും സിയും ഈക്വൽ. ഇപ്പൊ 2 ഇക്വേഷൻ കിട്ടി കണ്ടോ. രണ്ടിലും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എയും സിയും കൂട്ടിയ 180 ആണ്, എയും സിയും ഈക്വലും ആണ്. അപ്പൊ ഈക്വലും ആണ് 180, രണ്ടും കൂടി ആഡ് ചെയ്ത 180 ആണ്. ഓരോന്നും അതിന്റെ ഹാഫ് വരണം. അല്ലെങ്കിലോ അല്ലെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും 180, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് കൊടുത്താലും മതി. എയുടെ സ്ഥാനത്ത് കണ്ടോ, സിയുടെ സ്ഥാനത്ത് എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ എ പ്ലസ് എ 180. അപ്പൊ എ പ്ലസ് എ 180 ആകുമ്പോൾ 2a = 180, a = 180/2 90 അങ്ങനെ എടുത്താലും മതി. അല്ലെങ്കിൽ എ എന്ന ആംഗിളും സി എന്ന ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്. എയും സി ഈക്വൽ ആണ്. അപ്പൊ രണ്ടും അതിന്റെ ഹാഫ്, 180യുടെ ഹാഫ് 90. അപ്പൊ ഇത് 90, ഇത് 90 വരുമ്പോഴേ 90 ഈക്വൽ, 90 + 90 180. അപ്പോൾ ഒരാംഗിൾ 90 ആയ പാരലോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെക്ടാംഗിൾ. അപ്പോൾ ഒരാംഗിൾ 90 ആയതുകൊണ്ട് എ ബി സി ഡി ഈസ് എ. ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലംസ് ആണിത്. അതുകൂടാതെ സൈക്ലിക് ക്വാഡ്രിലാറ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.